ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ കുറേ കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ളൊരു പടമാണ്. മാളികപ്പുറത്തിന് ശേഷം വിഷ്ണു ചേട്ടനും അഭിയേട്ടനും ചേട്ടനും ഒരു പടമാണ്. അപ്പോൾ അതിലിങ്ങനെ അർജുൻ ചേട്ടൻ്റെ പേരാണ് ലീഡ് റോളായിട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ദിസ് ഫിലിം ഇസ് ലൈക്ക് ടു ഗുഡ്. നിങ്ങൾ ലൈക്ക് എല്ലാതും ഉണ്ട് ഈ കഥയിൽ. ലൈക്ക് നോർമലി അങ്ങനെ പറയുമ്പോൾ ഹൊറർ ഉണ്ടാവാറില്ല, പക്ഷേ ഇതിൽ ലൈക്ക് ഹൊററും ഉണ്ട്, ഇമോഷൻ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, കോമഡി ഉണ്ട്. ടോട്ടൽ ഉള്ളൊരു പാക്കേജ് ഉള്ള പടമാണ്. അപ്പം എല്ലാവരും നിങ്ങൾക്ക് ചെറിയ കുട്ടിയായാലും ആരെ വേണമെങ്കിലും കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്നൊരു പടമാണ്. അപ്പോൾ ഐ എം വെരി ഹാപ്പി. ഇനി എന്തായാലും കണ്ടിട്ടേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഓരോ ദിവസം ഞങ്ങൾ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യും തോറും അതിൻ്റെ ഒരു റീച്ച് കൂടിക്കൂടി വരിക, ആൾക്കാർ പോസിറ്റീവ് കമൻറ്റ്സ് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഉണ്ട് വരാൻ. അപ്പോൾ കൂടിക്കൂടി വരട്ടെ. റിലീസ് കഴിയുമ്പോഴേക്കും നല്ലോണം കൂടട്ടെ. പ്രതീക്ഷയിലുപരി ആഗ്രഹമാണ്. മാളികപ്പുറം ഡയറക്ടോറിയൽ ടീം ആൻഡ് റൈറ്റിംഗ് ടീം ഒരുമിച്ച് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നൊരു സിനിമ. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിൻ്റെ എക്സ്പെക്റ്റേഷനുണ്ട്. അർജുൻ നായകനായിട്ട് ഒരു വലിയ താരനിര വന്നിരിക്കുന്നൊരു സിനിമ. അതിലൊരു ചെറിയ വേഷം എനിക്കും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ഭയങ്കര രസമുള്ള ഷൂട്ടിംഗ് മൊമെൻറ്റ്സും ഒരുപാട് എന്നാൽ ഡെഡിക്കേഷനും സ്ട്രെസ്സും എല്ലാം ആവശ്യമുണ്ടായിരുന്ന ടെക്നിക്കൽ ഡീറ്റെയിലിനാണെങ്കിലും ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിലെ ഏത് പ്രായക്കാർക്കും തിയേറ്ററിൽ പോയി കാണാവുന്ന, എൻജോയ് ചെയ്യാവുന്ന, ഏറ്റവും ചെറിയ കുഞ്ഞു തൊട്ട് ഒരു മുത്തശ്ശൻ വരെയും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് സുമതി വളവ്. സിനിമയുടെ ഭാഗമല്ലായിരുന്നെങ്കിൽ കൂടിയും ഞാൻ തിയേറ്ററിൽ എൻ്റെ ഫാമിലിയായിട്ടും എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒരുമിച്ച് കാണാൻ പോകാൻ ഇരുന്നിരുന്ന പടം തന്നെയാണ്. ഇതിൻ്റെ ഒരു സംസാരം വന്ന ആ ഒരു സമയം തൊട്ട് ഇതിൽ യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നിട്ട് അതിൻ്റെ ഭാഗമാകാൻ കൂടി സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റത്തുള്ളൂ. ഓഡിയൻസ് അത് നമുക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പോസ്റ്ററുകളാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ആ ഒരു സ്വീകാര്യത തിയേറ്ററിലെ ആളുകളുടെ ഒരു സ്വീകാര്യതയായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്രത്തോളം ആൾക്കാർ സിനിമയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്രത്തോളം ആൾക്കാർക്ക് തിയേറ്ററിൽ വരാമെങ്കിൽ ഒരു സംരംഭമാണല്ലോ അത്. അപ്പം അത് വിജയിക്കുക. ഇപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ മുരളി സാറിനായാലും ഗോകുലം മൂവീസ് ഒരുപാട് സിനിമകളെ ടേക്ക് ഓവർ ചെയ്യുന്ന, അവരെ സംരക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ അവർക്ക് റിട്ടേൺസും വേണമല്ലോ. അപ്പോൾ അത് ഡിസേർവിങ് ആണ് അവരിൽ. അപ്പോൾ അത് കൊണ്ടുവരും സുമതി വളവിലൂടെയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മാളികപ്പുറം ടീമിൻ്റെ അടുത്തൊരു സിനിമയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് 90s ആ ഒരു വിൻറ്റേജ് മൂവീസ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ വീണ്ടും കാണിക്കുന്ന ഒരുപാട് പാട്ടുകളും ഹൊററും കോമഡിയും റൊമാൻസും പിന്നെ അതുപോലെ തന്നെ ഫൈറ്റ്സും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു മാസ് മസാല, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് കാണാൻ പറ്റുന്ന ഒരു എൻ്റർടൈനർ മൂവി തന്നെ ആയിരിക്കും. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കാണാൻ പറ്റും. നല്ലൊരു പ്രതീക്ഷയുണ്ട്. അതാകുമ്പോൾ ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഹൊററല്ല, ഹൊററുണ്ട്, അതാണ് മെയിൻ. ഹൊററുണ്ട്, പിന്നെ കോമഡി, ഹൊററിനെ പോലെ തന്നെ കോമഡി ഉണ്ട്. പിന്നെ എല്ലാം കൂടെ അടങ്ങുന്ന ഒരു പാക്കേജ് എന്ന് വേണം പറയാൻ. കാരണം റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, സെലിബ്രേഷൻ ഫെസ്റ്റിവൽ സോങ്സ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു പാക്കേജ് തന്നെയാണ്. ഉറപ്പായിട്ടും നമുക്കിപ്പം നമ്മളെന്ത് ചെയ്യുമ്പോഴും മീഡിയാസ് ആണല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പം പ്രൊമോഷൻസിൻ്റെ എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മീഡിയാസ് തന്നെയാണ്. ഉറപ്പായിട്ടും ഉണ്ടാവും. ഓഫ് കോഴ്സ് നല്ല പ്രതീക്ഷയാണ്. ഒരു ഫൺ എൻ്റർടൈനിങ് മൂവിയാണ്. ഇറ്റ്സ് എ മാസ് മൂവി. ജോണർ ഒരു കോമഡി ഹൊറർ ജോണറാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ആഗ്രഹിക്കുന്നു. ഓഗസ്റ്റ് 1 സുമതി വളവ് റിലീസ് ആവുന്നത്. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഹൊറർ സിനിമ തന്നെയാണ്. ജോണർ അങ്ങനെയാണ്, ഹൊററും കോമഡി മിക്സ്ഡ് ഒരു സാധനമാണ്. പിന്നെ കുറേ നാളായിട്ട് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഹൊറർ ആൻഡ് കോമഡി നമ്മൾ അധികം കണ്ടിട്ടില്ല. ആഫ്റ്റർ വെരി ലോങ് ടൈം അങ്ങനത്തെ ഒരു സിനിമ പുറത്ത് വരുവാണ്. സോ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇത് മാളികപ്പുറം ടീമാണ്. പിന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട് ഈ മൂവിയിൽ. എല്ലാ ജോണറിലും കവർ ചെയ്യുന്നുണ്ട്. ഹൊറർ, കോമഡി, റൊമാൻസ്, അങ്ങനെ എല്ലാം കൂടെ കവർ ചെയ്തതാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാൻ. അത് നല്ലതല്ലേ, ഞങ്ങളുടെ പടം എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ അത്. പിന്നെ ഉറപ്പായിട്ടും
അഭിലാഷേട്ടൻ്റെ വിഷ്ണു ചേട്ടൻ്റെ കോംബോ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ കാണുന്ന പടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ടൈപ്പ് ജോണറും ഉണ്ടല്ലോ, ഹൊറർ, കോമഡി, ഫാമിലി, റൊമാൻസ്. അപ്പം എല്ലാവർക്കും കാണാൻ പറ്റിയതാ. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു മൂവി ആയിരിക്കും ഇത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.